എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ലോൺ സ്കീമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ലോൺ എന്ന് പറഞ്ഞാൽ സാധാരണ ലോണല്ല, ഇൻട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് ലഭിക്കുന്ന ഒരു ലോണിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. സാധാരണ എല്ലാ ലോണുകൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ലോൺ നമുക്ക് കിട്ടുമെങ്കിലോ? പക്ഷെ അത് ആർക്കൊക്കെ കിട്ടും? എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്? എന്തൊക്കെയാണ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടത്? നമുക്ക് കൊടുക്കാൻ പറ്റുമോ? എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നോർക്ക റൂട്ട്സ് ആണ് ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. നോർക്ക റൂട്ട്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എല്ലാ പ്രവാസികൾക്കും ഈ ലോൺ ലഭിക്കില്ല. പ്രവാസിയായിരിക്കുകയും ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തവർക്കാണ് ഈ ലോൺ കിട്ടുക. എല്ലാ പ്രവാസികൾക്കും കിട്ടില്ല. മിനിമം 2 വർഷമെങ്കിലും വിദേശത്ത് താമസിച്ചവരായിരിക്കണം. തിരിച്ചു വന്ന എല്ലാ പ്രവാസികൾക്കും 2 വർഷം ജോലി ചെയ്ത് തിരിച്ചു വന്ന എല്ലാവർക്കും കിട്ടില്ല. എന്തെങ്കിലും സംരംഭം ഇവിടെ തുടങ്ങാൻ ആഗ്രഹിക്കുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്നവർക്കാണ് ഈ ലോൺ കൊടുക്കുക. 1 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്കാണ് ഈ ലോണിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. അപേക്ഷ സമർപ്പിക്കേണ്ടത് കുടുംബശ്രീ ജില്ലാ ഓഫീസുകളിലാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫോം അവിടുന്ന് ലഭ്യമാണ്. 2 ലക്ഷം രൂപയാണ് വായ്പയായി നമുക്ക് ലഭിക്കുക. നമ്മുടെ പ്രോജക്റ്റിന്റെ, അതായത് നമ്മൾ തുടങ്ങുന്ന സംരംഭത്തിന്റെ 75% ആകെ പദ്ധതി തുകയുടെ 75% ആണ് കൊടുക്കുക. 75% കുറവ്, അല്ലെങ്കിൽ 2 ലക്ഷം രൂപയാണോ കുറവ് വരുന്നത്, ഏതാണോ അതാണ് നമുക്ക് കിട്ടുക. അതിൽ കൂടുതൽ നമുക്ക് കിട്ടത്തില്ല. അതായത് നമ്മുടെ പദ്ധതിയുടെ 75% 2 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു 3 ലക്ഷം രൂപ ആണ് വരുന്നതെങ്കിൽ അത് കിട്ടത്തില്ല. പരമാവധി 2 ലക്ഷം രൂപ വരെ ആണ് നമുക്ക് കിട്ടുക. തുല്യ ഗഡുക്കളായാണ് ഇത് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടത്. തിരിച്ചടയ്ക്കുമ്പോൾ നമുക്കറിയാം സാധാരണ ലോണിന് 8%, 9%, 11, 13 അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. പക്ഷെ ഇതിന് ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് നമുക്ക് ലോണ് ലഭിക്കുക. അപേക്ഷിക്കാൻ പറ്റുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അപേക്ഷയുടെ കൂടെ വേണ്ടതെന്ന് നോക്കാം. പാസ്പോർട്ടിന്റെ ആദ്യത്തെ പേജും അഡ്രസ് പേജിന്റെ പകർപ്പ്, വിസ പേജിന്റെ പകർപ്പ്, പിന്നെ ഈ സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള ഒരു റിപ്പോർട്ട്. നമ്മുടെ തൊഴിൽ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്, എന്ത് സംരംഭമാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, എത്രയാണ് അതിന് മുതൽ മുടക്ക് വരിക, എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുക. ആ റിപ്പോർട്ട് ഇതിന്റെ കൂടെ സമർപ്പിക്കണം. പിന്നെ അപേക്ഷകനും കുടുംബശ്രീ അംഗങ്ങളും ഉൾപ്പെടുന്ന റേഷൻ കാർഡിന്റെ പകർപ്പ്. ഒന്നെങ്കിൽ അപേക്ഷകൻ കുടുംബശ്രീയിൽ അംഗമായിരിക്കണം, അല്ലെങ്കിൽ ഈ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആരെങ്കിലും 6 മാസമെങ്കിലും കുടുംബശ്രീയിൽ അംഗത്വം ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഈ ലോണിന് അപേക്ഷിക്കാൻ സാധിക്കുക. സംരംഭകരുടെയോ കുടുംബാംഗങ്ങളുടെയോ അയൽക്കൂട്ട അംഗത്വം ഉറപ്പാക്കുന്ന രേഖകൾ വേണം. അത് നിങ്ങൾക്ക് കുടുംബശ്രീ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആധാർ കാർഡിന്റെ പകർപ്പ്. ഇത്രയും രേഖകളാണ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ടത് കുടുംബശ്രീ ജില്ലാ ഓഫീസുകളിലാണ്. അപ്പോൾ താല്പര്യമുള്ളവര്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു തൊഴിൽ തുടങ്ങാൻ സാമ്പത്തികമായി കയ്യിലില്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. പക്ഷെ 25% ഈ പദ്ധതിയുടെ 25% അപേക്ഷകൻ കണ്ടെത്തേണ്ടതുണ്ട്. എന്നാലും ബാക്കി 75% പലിശയില്ലാതെ നമുക്ക് ലോൺ ലഭിക്കുന്നതാണ്. ഈ സുവർണ അവസരം ആർക്കൊക്കെയാണോ അപേക്ഷിക്കാൻ പറ്റുക അവരൊക്കെ അപേക്ഷിക്കുക. കുടുംബശ്രീ ജില്ലാ ഓഫീസിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. ഇനിയും നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.